വേടൻ വേടനെ കുടുക്കിയതാണോ അല്ലെങ്കിൽ വേടൻ സ്വയം കുടുങ്ങിയതാണോ? സ്റ്റേജിൽ ആളുകളെ ഭയങ്കരമായിട്ട് കയ്യിലെടുത്ത് ഡ്രഗ്സ് ഉപയോഗിക്കല്ലേ മക്കളെ, അച്ഛനും അമ്മയും കരയുകയാണ് എന്ന് വളരെ തന്മയത്വത്തോടുകൂടി പറഞ്ഞു കൊടുത്ത വേടന് ഇതെന്തു പറ്റി? വേടൻ കഞ്ചാവ് കേസിൽ കുടുങ്ങിയിരിക്കുന്നു. അപ്പൊ പല ഭാഗത്തു നിന്നും പല പല അഭിപ്രായങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഈ ലഹരി വേട്ട ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടല്ല സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രമുഖർ അറസ്റ്റിലാവുന്ന ഒരു സംഗതി. എന്നാൽ വേടൻ അറസ്റ്റിലായപ്പോഴാണ് ഇതുവരെ ഇല്ലാത്ത ഒരു കോലാഹലം, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഞെട്ടൽ, ഒരു ഭാഗത്ത് പ്രതിഷേധം, ഒരു ഭാഗത്ത് വേടനോടൊപ്പം എന്ന കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ കഞ്ചാവ് കൈവശം വെച്ച കേസല്ല വേടന്, ശരിക്കും പറഞ്ഞാൽ വേടന് കെണിയാകാൻ പോകുന്ന കേസ് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സംഭവിച്ചത് വേടന്റെ ഫ്ളാറ്റിൽ നിന്നും 5 ഗ്രാം കഞ്ചാവോടുകൂടി 9 പേരെ പിടികൂടി എന്ന സംഭവമാണ്. പോലീസും എക്സൈസുമാണ് ലഹരി വേട്ടയോട് ബന്ധപ്പെടുത്തി ആരോ വിളിച്ചു പറഞ്ഞ വിവരമനുസരിച്ച് വേടന്റെ ഫ്ളാറ്റിൽ ചെന്ന് കയറി ഈ സാധനം അവിടെ നിന്ന് എടുക്കുന്നത്. വേടൻ തന്നെയും താൻ കഞ്ചാവ് വലിച്ചിരുന്നുവെന്നും 3 വർഷമായി താൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റായി പോയി, തിരുത്തണം എന്ന് സ്വയം പറയുകയും ചെയ്താണ്. അപ്പൊ കുറെ ആൾക്കാര് വേട്ടയാടിയതാണ് എന്ന് പറയുന്നു. എന്ത് വെച്ച് വേട്ടയാടി അല്ലെങ്കിൽ എന്ത് കൊണ്ട് വേട്ടയാടി എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് ദളിത് എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് വേട്ടയാടി, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉണ്ടായിരുന്ന വിപ്ലവം, തീ, അതിനെ അണയ്ക്കാൻ വേണ്ടി സംഘപരിവാർ വേട്ടയാടുകയാണ് എന്നാണ് പറയുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ വേട്ടയാടേണ്ട ആവശ്യം സംഘപരിവാറിനുണ്ടോ? ദളിത് ആയതുകൊണ്ടാണോ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്, അതോ 5 ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചതുകൊണ്ടാണോ? ഏറ്റവും വ്യക്തമായി തിരിച്ചറിയപ്പെടേണ്ട സംഗതി അതാണ്. ലഹരി വസ്തുക്കൾ ഇവിടെ നിരോധിക്കപ്പെട്ടതാണ്. അതിൽപ്പെട്ട ഒരു സംഗതിയാണല്ലോ ഈ കഞ്ചാവ് ആയാലും സിന്തറ്റിക് ആയാലും. പക്ഷെ മദ്യം, സിഗരറ്റ് എന്നിവ ഇവിടെ നിരോധിക്കപ്പെട്ടതല്ല. അത് ലഹരിയല്ല എന്നുകൂടെ പറഞ്ഞേക്കാം. പക്ഷെ എന്ത് തന്നെയായാലും നിരോധിക്കപ്പെട്ടതാണ്. നിയമം തെറ്റിക്കുന്നത് തെറ്റാണ്. ആ രീതിയിൽ പോവുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ ആർക്കെതിരെയും ഉണ്ടാകുമെന്നത് സംഗതിയാണ്. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം, സെലിബ്രിറ്റികളെ മാത്രം ഫോക്കസ് ചെയ്ത് ന്യൂസ് ചാനലുകളും സർക്കാരിന്റെ ലഹരി വേട്ടയും പോകുമ്പോൾ ഈ കേസ് എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും അറിയാറുണ്ടോ? വേടൻ ലഭിച്ച 5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ആരാണ് കൊടുത്തത്? എവിടെ നിന്നാണ് അത് അയാളിലേക്ക് എത്തിയത്? ശരിയല്ലേ, ഒരു പൊതിക്ക് പിറകിൽ ഒരു കെട്ടുണ്ടാവും, ഒരു കെട്ടിന് പിറകിൽ ഒരു തോട്ടം ഉണ്ടാവും, ഒരു തോട്ടത്തിന് പുറകിൽ ഒരു മുതലാളി ഉണ്ടാവും, ഒരു മുതലാളിക്ക് മുകളിൽ ഏറ്റവും വലിയ ഒരു അധിപനായ ഒരു വ്യക്തി ഉണ്ടാവും, ഒരു മാഫിയ കിങ്. അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് ഏതെങ്കിലും ഒരു ലഹരി കേസ് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുകയേയില്ല. അതുപോലെ 5 ഗ്രാം കൈവശം വെച്ച വേടൻ വിൽപ്പനയ്ക്കാണത് കൊണ്ടുവന്നത് എന്നൊരു FIR ഇട്ടൊന്ന് കേട്ടോ. 5 ഗ്രാം വിറ്റ് ജീവിക്കേണ്ട അവസ്ഥ വേടൻ ഉണ്ടെന്ന് പേഴ്സണലായി എനിക്ക് തോന്നുന്നില്ല. ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി മ്യൂസിക് ഷോകൾ ചെയ്യുന്ന ഒരു റാപ്പറാണ് വേടൻ. അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഇവിടെ തെറ്റ് തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ വൈകിയ ഈ അവസരത്തിൽ ഈ കണ്ണി കാണുന്ന കുറച്ച് പിള്ളേരെയും അതുപോലെ വാർത്തകളാകാൻ സാധ്യതയുള്ള കുറച്ച് സെലിബ്രിറ്റീസിനെയും അറസ്റ്റ് ചെയ്തതായി കാണിച്ച് അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച് ഇങ്ങനെ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ എന്താണ് ഇവിടുത്തെ സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം? ഞങ്ങൾ ലഹരി മാഫിയക്കാരെ പിടിക്കുന്നുണ്ടെന്നാണോ? അല്ലെങ്കിൽ ലഹരി ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നടപടികൾ എടുക്കുന്നുണ്ടെന്നാണോ? എവിടെയും ചെന്നെത്താത്ത രീതിയിലുള്ള ഈ നടപടികൾ കൊണ്ട് സർക്കാരിന്റെ കാലാവധി തീരാൻ പോയ ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ടുള്ള ഭാവമല്ലേ ഈ കാണിക്കുന്നത്? കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. 9 വർഷത്തിന് മുൻപ് ഉണ്ടായിരുന്ന കേരളം എങ്ങനെയായിരുന്നു? കേരളത്തിൽ എത്ര ബീവറേജ് ഉണ്ടായിരുന്നു, എത്ര ബാറുകൾ ഉണ്ടായിരുന്നു, എത്ര കള്ളുഷാപ്പുകൾ ഉണ്ടായിരുന്നു, എത്ര പേർ കഞ്ചാവ് ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു? ഈ സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്ന MDMA, മെത്താഫിറ്റമിൻ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ പേര്? ഇന്ന് അതിന്റെ അവസ്ഥ എന്താ? അല്ല, ഈ മുട്ടാൻ നിൽക്കുമ്പോൾ വെള്ളം നോക്കുന്ന പരിപാടി എത്ര ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും ചെയ്യുന്നത്? ആ ബുദ്ധിയാണല്ലോ ഇപ്പൊ CPM എന്ന പാർട്ടി കാണിക്കുന്നത് ഇവിടെ അധികാരത്തിൽ കയറിയിരുന്നുകൊണ്ട്. രണ്ടാമതായി വേടന്റെ കയ്യിൽ ഒരു പുലിപ്പല്ലുണ്ടായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഷോകളിലൊക്കെ കഴുത്തിൽ അതിങ്ങനെ പ്രദർശിപ്പിച്ച് അദ്ദേഹം നടക്കുന്നതാണ്. ആ പുലിപ്പല്ലിന്റെ പേരിലാണ് ഇപ്പോൾ വേടൻ അകത്ത് കിടക്കാൻ പോകുന്നത്. കാരണം 5 ഗ്രാം കഞ്ചാവ് അകത്ത് കിടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ക്വാണ്ടിറ്റി ഇല്ല, അത്രയും വലിയൊരു കേസ് എടുക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ പുലിപ്പല്ല് കൈവശം വെച്ചാൽ വന്യജീവി സംരക്ഷണ വകുപ്പ് പ്രകാരം ലൈസൻസ് ഇല്ലെങ്കിൽ 2003 വന്നൊരു നിയമം അനുസരിച്ചിട്ട് സർക്കാരിന്റെ പേരിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് കാണിച്ച് ലൈസൻസ് എടുത്തിട്ട് ഇത് വേണമെങ്കിൽ കയ്യിൽ വെക്കാം. അത് കൈമാറ്റം ചെയ്യാനോ വിൽക്കാനോ ഒന്നുള്ള അധികാരമൊന്നും ആർക്കും ഇല്ല. പക്ഷെ അതും ഇല്ലാതെ ഒരാൾ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 7 വർഷമോ അതിൽ കൂടുതലോ തടവ് ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു കേസാണ് ഇപ്പോൾ വേടനെതിരെ വന്നിരിക്കുന്നത്. വേടൻ പറയുന്നത് ഈ പുലിപ്പല്ല് എനിക്ക് ലഭിച്ചത് തമിഴ്നാട്ടുകാരൻ ഒരു ആരാധകൻ എനിക്ക് തന്നതാണെന്നാണ്. അത് അദ്ദേഹം ആ ആരാധകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ തന്നെ സ്വർണം കെട്ടി കഴുത്തിൽ ഇട്ട് നടന്നു. ഇങ്ങനെ ഇത് പ്രദർശിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് കൈ വെച്ചാൽ ലൈസൻസ് വേണം എന്ന കാര്യങ്ങളൊന്നും വേടൻ അറിയില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതറിയാം? അല്ല, വാർത്താ മാധ്യമങ്ങളായാലും ആരായാലും നിയമത്തെക്കുറിച്ച് നമുക്ക് അവബോധം നൽകുകയില്ലല്ലോ. അപ്പം അതിന്റെ ഒരു കേസിലാണ് വേടനെ അകത്തിടുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ സംഘപരിവാറിന്റെ വിവേചനം പൊങ്ങി വരുന്നത്. അതായത് മോഹൻലാൽ ഒരു നായരായിരുന്നല്ലോ,
അല്ല ആണല്ലോ. മോഹൻലാലിന് ഇല്ലാത്ത എന്താണ് വേടനുള്ളത്? മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചപ്പോ മോഹൻലാലിന് ജാമ്യമില്ല വകുപ്പ് പ്രകാരം അകത്ത് കിടന്നോ? ഇല്ലല്ലോ. പിന്നെ വേടൻ എന്തിനാണ് അകത്ത് കിടക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസിന്റെ സ്ഥിതി എന്താണെന്ന്? മോഹൻലാലിന്റെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടക്കുന്നു. ആ റെയ്ഡിന്റെ ഇടയ്ക്ക് ആനക്കൊമ്പ് പിടിച്ചെടുക്കുന്നു. വന്യജീവി സംരക്ഷണ വകുപ്പ് പ്രകാരം വനം വകുപ്പിന് കേസ് പോകുന്നു, വലിയ കേസ് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനുശേഷമുള്ള വാർത്തകളോ? എന്തുകൊണ്ടാണ് ആ കേസിന്റെ ഗതി എങ്ങനെയായി എന്ന് ഈ മാധ്യമങ്ങൾ നിങ്ങൾ അറിയിക്കാത്തത്? മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ലഭിച്ച ആനക്കൊമ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മോഹൻലാലിന് ഗിഫ്റ്റ് കിട്ടിയ ഒരു സംഗതിയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയായ കൃഷ്ണകുമാർ, അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഒരു ആന, ചരിഞ്ഞ ആന, കൃഷ്ണൻകുട്ടി എന്നാണ് അതിന്റെ പേര്. അതിന്റെ കൊമ്പാണ്. ആ ആന ചരിഞ്ഞപ്പോഴത്തേക്ക് ആ കൊമ്പ് സുഹൃത്തായ മോഹൻലാലിന് കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു. ഫോറൻസിക് പരിശോധനയിൽ ഇത് ആ ആനയുടെ കൊമ്പ് തന്നെയാണ്, നാട്ടാനയുടെ ആണ് എന്ന് തെളിയുകയും 2003 വന്ന നിയമപ്രകാരം സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ലൈസൻസ് എടുക്കുകയും ലൈസൻസ് എടുത്തതിന്റെ പേരിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം എടുത്ത കേസ് കോടതി ഒഴിവാക്കുകയുമാണ് ചെയ്തത്. അതായത് ലൈസൻസോട് കൂടിയാണ് മോഹൻലാലിന്റെ കയ്യിൽ നാട്ടാനയുടെ കൊമ്പ് ഇപ്പോഴുള്ളത്. വന്യജീവികളെ നമുക്ക് അങ്ങനെ വളർത്തിയിട്ട് അങ്ങനെ മരിച്ചു പോയിട്ട് അങ്ങനെ ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിശദീകരണം കൊടുത്ത് അത് കൃത്യമായി പേപ്പറിലാക്കി സാക്ഷ്യപ്പെടുത്തി അങ്ങനെ ലൈസൻസ് എടുക്കാനുള്ള വകുപ്പ് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ പുലിയെ ഒരാൾ വീട്ടിൽ വളർത്താറുണ്ടോ? എന്റെ വീട്ടിൽ വളർത്തിയ പുലി ചത്തുപോയപ്പോ അതിന്റെ പല്ലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുവോ? ഇല്ല. ഇപ്പോ പരിശോധനയിൽ വേടന്റെ കയ്യിലുള്ളത് ഒറിജിനൽ പുലിപ്പല്ലാണ്. അതും കേരളത്തിലെ തന്നെ ഒരു പുലിയുടെ ആണ് എന്നും പറയുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കും. ഇത് രണ്ട് കേസും വ്യത്യസ്തമാണ്. നായനാണെങ്കിലും അതേപോലെ ദളിതനാണെങ്കിലും ഈ പറയുന്ന വകുപ്പുകൾ രണ്ടും വ്യത്യസ്തമാണ്. ആനക്കൊമ്പ് നാട്ടാനയുടേത് എന്ന് പറയുന്നത് വളർത്ത് ജീവിയാണത്, വളർത്തിയതാണ് എന്നതിന് സാക്ഷികളുണ്ട്, തെളിവുണ്ട്, ഫോറൻസിക് റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇപ്പുറത്ത് നോക്കുമ്പോൾ വന്യജീവിയാണ് പുലി. അപ്പോ അവിടെ വേടന് പകരം വേറെ ആരാണെങ്കിലും ഇങ്ങനെ ആ കേസ് പോകും. പിന്നെ എക്സൈസിന്റെ പോലെയോ പോലീസിന്റെ പോലെയോ അല്ല വനം വകുപ്പ് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കട്ടിയായ ഒരു നിയമത്തിൽ കൂടെ തന്നെയാണ് ഇപ്പൊ പോകുന്നത്. പെട്ടെന്ന് ഈ കേസിൽ നിന്നും ഇറങ്ങി ഊരി പോകാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥന് സ്വന്തമായിട്ട് സാക്ഷി പറയാനായിട്ടുള്ള, അദ്ദേഹം പറയുവാണ് ഇത് ഇന്നതാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ കേസ് എടുക്കാനായിട്ടുള്ള വകുപ്പുണ്ട്, അവർക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വേടൻ തന്നെയാണ് എനിക്കിത് എങ്ങനെ കിട്ടി, ഗിഫ്റ്റ് ആയിട്ടാണ് കിട്ടിയതെങ്കിൽ ഇതെങ്ങനെ കിട്ടി എന്നുള്ളത് കോടതിയുടെ മുന്നിൽ തെളിയിച്ച് സ്വയം എന്താ പറയാ നിരപരാധി ആണെന്ന് കാണിച്ച് പുറത്തേക്ക് വരേണ്ടത്. എന്നാൽ വേടനെ കുടുക്കുകയാണ് എന്ന് പറഞ്ഞതിൽ ഒരു സത്യമുണ്ട്. പക്ഷെ സംഘപരിവാർ അല്ല അതിന്റെ പിറകിൽ. മറിച്ച് വേടന്റെ വളർച്ചയിൽ അസൂയ കൊണ്ട് ആരോ ചെയ്തിട്ടുണ്ട് എന്നതാണ് സത്യം. ഒന്ന്, ഇങ്ങനൊരു വീട്ടിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്നുള്ളത് വിളിച്ചു പറഞ്ഞത് ഓക്കെ, അതിൽ കൊടുങ്ങില്ല എന്നായപ്പോ പുലിപ്പല്ല് ഓക്കെ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം ഈ മ്യൂസിക്കിന്റെ ഷോസിന്റെ സമയത്ത് ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്ന ഒരു അരിവാള്, അതുപോലെ ചെറിയ പിക്കാസ്, ഇതൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഷോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഗതിയാണ്. ഇത് ഇയാളുടെ വീട്ടിലുണ്ടായിരുന്നു. ഇതെടുത്തിട്ട് ആംസ് ആക്ട്, അതായത് ആയുധങ്ങൾ കൈവശം വെച്ചു, അതൊക്കെ ഭയങ്കര ഗുരുതരമായിട്ടുള്ള വകുപ്പാണ്. അതൊക്കെ ചുമത്തി ഇയാളെ കൊടുക്കാനുള്ള ഒരു ശ്രമവും ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണെന്ന് ആലോചിക്കണം. അപ്പം കരുതി കൂട്ടി, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി, ഖാലിദ് റഹ്മാൻ, ഈ പറഞ്ഞ എല്ലാവരും മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ആൾക്കാരാണ്. അന്ന് വൈകുന്നേരം തന്നെ പോവുകയും ചെയ്ത് സ്ത്രീപീഡന കേസിൽ അകത്തായ മുകേഷ് വരെ അന്ന് തന്നെ ജാമ്യം എടുത്ത് വീട്ടിൽ പോയി. എന്തുകൊണ്ട് വേടന് പോകാൻ പറ്റുന്നില്ല? അപ്പൊ വേടന്റെ വളർച്ചയിൽ, വേടന്റെ വാക്കുകളിൽ, വേടന്റെ എന്താ പറയാ, വേടന്റെ റാപ്പിൽ തന്നെ ആർക്കൊക്കെയോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ട് എന്ന് വേണം കരുതാൻ. വേടന്റെ വരികളും വേടന്റെ എഴുത്തുകളും ഒന്നും സംഘപരിവാറിനെതിരോ അല്ലെങ്കിൽ ഇവിടെയുള്ള പാർട്ടികൾക്കെതിരോ ഒന്നും ആയിരുന്നില്ല. എന്നാൽ ജനങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ആൾക്കാരെയും വേടൻ വിമർശിച്ചിട്ടുണ്ട്. വേടന്റെ വാക്കുകളിലെല്ലാം അത് തന്നെയാണുള്ളത്. ചില ദളിത് ആക്ടിവിസ്റ്റുകൾ പറയാറുണ്ട്, നിങ്ങൾക്ക് നായർ എന്ന് പറയുന്ന ഒരു ജാതി പേര് ചേർക്കാമെങ്കിൽ പുലയൻ എന്ന് എനിക്ക് ചേർത്തുകൂടെ എന്ന രീതിയിൽ അതിനെ നിർവചിക്കാറുണ്ട്. അപ്പോൾ ഒരു ജാതി കൊണ്ട് മറികടക്കാമെന്നോ അല്ലെങ്കിൽ പരസ്പരം ഏറ്റുമുട്ടാമെന്നോ തരത്തിലുള്ള തത്വചിന്തകളും അഭിപ്രായങ്ങളും ഇവിടെ വരുമ്പോൾ പോലും വേടൻ പറഞ്ഞത് ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആനയിലൊരു ഐരുമില്ല. അതിനർത്ഥം എന്താണ്? ഇവിടെ ജാതി വേണ്ടെന്നാണ്. ഞാൻ ഈ പറഞ്ഞ ഒന്നുമല്ല, നീ ഒന്നുമല്ല, നമ്മളൊക്കെ മനുഷ്യരാണ്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ജാതി വ്യവസ്ഥയെ മുഴുവനായും പിഴുതെറിയാണ് വേണ്ടത് എന്ന് തന്നെ പറഞ്ഞൊരു വ്യക്തിയാണ് വേടൻ. നിങ്ങൾക്കറിയാം, കുറെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന വേടൻ, ഇപ്പോഴത്തെ വേടൻ, ആ ഇന്റർവ്യൂ നോക്കി കഴിഞ്ഞാൽ അറിയാം. മീറ്റു കേസുകൾ ഇതിനു മുമ്പ് വന്നിരുന്നു. ബാക്കി എല്ലാവരെയും പോലെ വെളുപ്പിക്കാനോ അപ്പുറത്ത് നിൽക്കുന്ന പെണ്ണ് ആരാണോ ഇരയായത് അതിനെ എന്താ പറയാ വാക്കുകൾ കൊണ്ട് വെർബൽ റേപ്പ് ചെയ്ത് നശിപ്പിച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങൾ കിട്ടുകൊടുത്ത് ഇതൊന്നും അല്ല വേടൻ ചെയ്തത്. വേടൻ ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് നിരുപാധികം മാപ്പ് പറയുകയാണ് ചെയ്തത്. എത്ര പീഡകർ, നിങ്ങൾ ഈ പറയുന്ന റേപ്പിസ്റ്റുകൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് മാപ്പ് പറഞ്ഞതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? അയാൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലായിരുന്നു. കൊലപാതകങ്ങൾ വരെ ഇവിടെ സുന്ദരമായിട്ട് നടക്കുന്നത് നിങ്ങൾക്കറിയാൻ പാടില്ലേ? 6 പേരെ, സ്വന്തം മകളെ അടക്കം റേപ്പ് ചെയ്ത് കൊന്ന 6 പേരെ കൊന്ന ഒരു പ്രതിനെ കഴിഞ്ഞ ദിവസം ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കി, അതായത് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ട്
ജയിലിൽ കിടന്നോട്ടെ, ജീവപര്യന്തം കൊടുക്കാന്നായി. അതാണ് ഈ നാട്. ആ നാട്ടില് റേപ്പ് ചെയ്തത് തെറ്റായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ക്ഷമ പറയുമ്പോൾ അയ്യോ ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല, അവനെ തൂക്കിക്കൊല്ലണം എന്നൊന്നും പറയാൻ പറ്റില്ല. 5 ഗ്രാം കഞ്ചാവ് കൈവശം വെക്കുന്നതും ഇത്ര വലിയ കുറ്റമൊന്നും അല്ലെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയാം. അതുകൊണ്ടാണല്ലോ സ്റ്റേഷൻ ജാമ്യം നൽകി വിടുന്നത്. അപ്പോ വേടനെതിരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കുറെ കാടുകട്ടവന്മാരായിരിക്കണം ചെയ്തിട്ടുള്ളത്. കാരണം വേടൻ തന്നെ എഴുതിയിട്ടുണ്ട്, കാടുകട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും. ചോറ് കട്ടവൻ ആരായിരുന്നു? നമ്മുടെ മധു തന്നെ. മധുവിന് നീതി കിട്ടിയായിരുന്നോ? ഇല്ല. അതിനും കാരണം സംഘപരിവാർ ആയിരിക്കും അല്ലേ? അപ്പൊ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. വേടനെ കുടുക്കിയത് വേടന്റെ വളർച്ച ഇഷ്ടപ്പെടാത്ത, വേടൻ ഇവിടെ നടക്കുന്ന അന്യായങ്ങൾക്കും അനീതിക്കും ഇവിടുത്തെ സർക്കാരിന്റെ തന്നെ എതിരെ പറയുന്നത് പൊറുക്കാൻ കഴിയാത്ത കുറെ ആൾക്കാരാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ വേടൻ ചെയ്തത് തെറ്റാണ്. ഇപ്പോഴും വേടൻ ആ തെറ്റ് ഏറ്റു പറയുന്നു. ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ കഞ്ചാവ് വലിച്ചു എന്ന് തന്നെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒന്ന് കുടുങ്ങിയപ്പോ, അല്ലെങ്കിൽ വേടൻ കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ കഞ്ചാവ് തുന്നിയ കുപ്പായം എന്ന് എഴുതി വെച്ച ഏഷ്യാനെറ്റിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ 20-30 പോസ്റ്റ് ഇട്ട് വേടൻ കഞ്ചാവ് വലിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ മാനസികാവസ്ഥയും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ നിങ്ങളൊക്കെ നിലത്തിട്ട് ചവിട്ടിക്കോളൂ, നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ തീയുള്ള മനുഷ്യൻ അതൊരു കനലാണെങ്കിലും ഉയർത്തെഴുന്നേറ്റ് വരും. കനൽ ഒരു തരി മതി. അല്ലെങ്കിലും വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി, വാക്കെടുത്തവൻ ദേശദ്രോഹി തീവ്രവാദി. ഞാനും വേടനും ഒക്കെ ഇപ്പൊ അതാണല്ലോ.